നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് സ്പേസ് ആൻഡ് മൊമെൻറ്റ്സ് ആണ്. എന്താണ് സ്പേസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്താണ് മൊമെൻറ്റ്സ് എന്ന് പറയുന്നത്? സ്പേസ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഇവിടെ പറയുന്നത് റെഫേഴ്സ് ടു ഡിഫറെൻറ്റ് ആസ്പെക്ട് ഓഫ് ഹൗ എ സെയിൽസ് ടീം ഇൻട്രാക്ട് വിത്ത് കസ്റ്റമേഴ്സ് ആണ്. എങ്ങനെയാണ് ഒരു സെയിൽസ് ടീം ഇൻട്രാക്ട് ചെയ്യുന്നത്, എവിടെ വെച്ചിട്ടാണ് ആ ഒരു ഓപ്പറേഷൻസ് നടക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ സാധാരണ രീതിയിൽ സെയിൽസ് നടക്കുക എവിടെയാണ്? ഒന്നെങ്കിൽ ഒരു റീറ്റെയിൽ ഷോപ്പ്, അല്ലെങ്കിൽ ഒരു ഹോൾസെയിൽ ഷോപ്പ്, അല്ലേ? ഓൺലൈനൊക്കെ നമുക്ക് വിർച്വലായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഫിസിക്കൽ ഓർ വിർച്വൽ എൻവയോൺമെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്പേസ് കൊണ്ട് അർത്ഥാക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റീറ്റെയിൽ സ്റ്റോർ വരാം, അല്ലെങ്കിൽ CRM പ്ലാറ്റ്ഫോം വരാം. CRM പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ കസ്റ്റമർ റിലേഷൻ മാനേജ്മെൻറ്റ് പ്ലാറ്റ്ഫോം വരാം. ഇപ്പോൾ കാര്യമായിട്ട് നമ്മൾ മനസ്സിലേക്ക് വരുന്ന സ്പേസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? റീറ്റെയിൽ ഷോപ്പ് വരാം, ഹോൾസെയിൽ ഷോപ്പ് വരാം, ഷോപ്പുകൾ. അതാണ് ശരിക്കും സ്പേസ് എന്നതുകൊണ്ട് ഈ ഒരു സെയിൽസ് മാനേജ്മെൻറ്റിൽ മീനിങ് എന്ന് പറയുന്നത്. ഇനി എന്താണ് മൊമെൻറ്റ്സ്? മൊമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ കീ ഇൻട്രാക്ഷൻസ് ആണ്. അതായത് എന്തൊക്കെ ഇൻട്രാക്ഷൻസ്, അല്ലെങ്കിൽ ആ ഒരു സെയിൽസ് നടക്കുന്ന സമയത്ത് വരുന്ന ടച്ച് പോയിൻറ്റ്സ്, അതുപോലെ തന്നെ ആ ഒരു സെയിൽസ് സൈക്കിളിൽ വരുന്ന പലതരത്തിലുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഉണ്ടാകും. അതായത് ഫസ്റ്റ് ഫോൺ കോൾ ചെയ്യുന്നു, അവരെ സെയിൽസ് നമുക്ക് അറിയാലോ, പല ആളുകൾ നമ്മളെ കോൺടാക്ട് ചെയ്യും. നിങ്ങൾ ഇപ്പോൾ എൻക്വയറി നടത്തിയിട്ടുണ്ടായിരുന്നോ? നമ്മളിപ്പോൾ ഒരു TVയിൽ എൻക്വയറി നടത്തിക്കുകയാണെങ്കിൽ അവർ കോൾ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ആ കോളിനൊക്കെ നമുക്ക് എന്ത് പറയാം? മൊമെൻറ്റ്സ് എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ ഡെമോൺസ്ട്രേഷൻ, അത് ഡെമോ പ്രസൻറ്റേഷൻ വേണമെങ്കിൽ വരാം. ഇതിനൊക്കെ നമുക്ക് അതിനെ മൊമെൻറ്റ്സ് എന്ന് പറയാം. അപ്പോൾ സ്പേസ് എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ അല്ലെങ്കിൽ വിർച്വൽ എൻവയോൺമെൻറ്റും, മൊമെൻറ്റ്സ് എന്ന് പറയുന്നത് അതിൻ്റെ ടച്ച് പോയിൻറ്റ്സും ആണ്. ഇനി അതിൽ വരുന്ന സ്പേസ് ഇൻ സെയിൽസ് മാനേജ്മെൻറ്റ്, ഏതൊക്കെയാണ് സ്പേസ് കൊണ്ട് അർത്ഥാക്കുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ തരമാണ്, അതിൻ്റെ ടൈപ്സ് ഏതൊക്കെയാണ്? ഫിസിക്കൽ സ്പേസ്, സാധാരണ രീതിയിൽ നമ്മൾ വരുന്ന ഫിസിക്കൽ സ്പേസ് എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മളെ റീറ്റെയിൽ സ്റ്റോർ, അതുപോലെ തന്നെ ഹോൾസെയിൽ സ്റ്റോർ, ഇതൊക്കെയാണ്. കസ്റ്റമർ എവിടേക്കാണ് നമ്മളെ കസ്റ്റമർ വരുന്ന ഒരു സ്ഥലം ഉണ്ടാവും. ആ ഫിസിക്കലായിട്ടുള്ള സ്പേസിനെയാണ് ഫിസിക്കൽ സ്പേസ് എന്ന്. അടുത്തത് വിർച്വൽ സ്പേസ് ആണ്. വിർച്വൽ സ്പേസ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ സാധാരണ രീതിയിൽ നമ്മൾ ടെക്നോളജി യൂസ് ചെയ്യുകയാണ്. അതായത് ടെക്നോളജി യൂസ്ഡ് ടു മാനേജ് സെയിൽസ് ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് നമ്മൾ ടെക്നോളജി യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ വിർച്വൽ സ്പേസ് എന്ന് പറയും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കസ്റ്റമർ റിലേഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റംസ്, അതുപോലെ തന്നെ സെയിൽസ് ഓട്ടോമേഷൻ സോഫ്റ്റ്വെയറുകൾ, മൊബൈൽ ആപ്പുകൾ, ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ആ ഒരു സെയിൽസിൻ്റെ ട്രാക്ക് ചെയ്യുന്നു, അതുപോലെ തന്നെ അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടത്തുന്നു. ഇതിനെയാണ് നമ്മൾ വിർച്വൽ സ്പേസ് എന്ന് പറയുന്നത്. ഇനി ഡിജിറ്റൽ സ്പേസ് എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ സാധാരണ നമുക്ക് അറിയുന്നതാണ്. ഡിജിറ്റൽ സ്പേസ് എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ എന്തായിരിക്കും? നമ്മൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയോ, അല്ലെങ്കിൽ ഇമെയിൽ മാർക്കറ്റിലൂടെയോ, അല്ലെങ്കിൽ വെബ്സൈറ്റിലൂടെയോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സെയിൽസ് നടത്തുന്നുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് ഡിജിറ്റൽ സ്പേസ് എന്ന് പറയാം. അവിടെ ഒരു റീറ്റെയിൽ ഷോപ്പോ അല്ലെങ്കിൽ ഹോൾസെയിൽ ഷോപ്പോയിലോ നേരിട്ട് പോയിട്ടല്ല കസ്റ്റമർ നടക്കുന്നത്, ഡിജിറ്റലിലൂടെയാണ്. അപ്പോൾ അതിനെ നമുക്ക് ഡിജിറ്റൽ സ്പേസ് എന്ന് പറയാം. ഇനി സ്പേസ് കഴിഞ്ഞാൽ അടുത്ത് വരുന്നത് മൊമെൻറ്റ്സ് ആണ്. മൊമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ പറഞ്ഞു. മൊമെൻറ്റ്സ് എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ടച്ച് പോയിൻറ്റ്സ് എപ്പോഴൊക്കെയാണ്, അതായത് കീ ഇൻട്രാക്ഷൻസ് ആണ്, അല്ലേ? കീ ഇൻട്രാക്ഷൻസ് എന്ന് പറഞ്ഞിരിക്കുമ്പോൾ സെയിൽസ് പീപ്പിൾ കസ്റ്റമറുമായിട്ട് വരുന്ന കീ ഇൻട്രാക്ഷൻസ്. അതിൽ ഫസ്റ്റ് വൺ പ്രോസ്പെക്റ്റിംഗ് ആണ്. പ്രോസ്പെക്റ്റിംഗ് എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഐഡൻറ്റിഫൈയിങ് പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് ആണ് ആൻഡ് മേക്കിംഗ് ഇനീഷ്യൽ കോണ്ടാക്റ്റ്. അതായത് നമ്മൾ ഓൾറെഡി നമുക്ക് പല സ്ഥിരമായിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ടാവും, പക്ഷേ നമുക്ക് എന്ത് ചെയ്യണം? പുതിയ പുതിയ കസ്റ്റമേഴ്സിനെ കണ്ടുപിടിക്കണം, അല്ലേ? അവരുമായിട്ടൊരു കോണ്ടാക്റ്റിലേക്ക് എത്തണം. നമ്മളെ പ്രോഡക്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് അവരെ നമ്മൾ എന്ത് ചെയ്യണം? പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിക്കണം. അപ്പോൾ അങ്ങനെ ആദ്യമായിട്ട് ഒരു കസ്റ്റമറിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവരുമായിട്ട് ഇനീഷ്യൽ കോണ്ടാക്റ്റിലേക്ക് വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രോസ്പെക്റ്റിംഗ് എന്ന് പറയുന്നത്. അടുത്തത് നീഡ്സ് അസസ്മെൻ്റ് ആണ്. നീഡ്സ് അസസ്മെൻ്റ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് ദ കസ്റ്റമർ നീഡ്സ് ആണ്. അതായത് എന്തൊക്കെ നീഡ്സ് ആണ്. നമുക്കൊരു ആളടുത്ത് പോയിട്ട് നമ്മൾ പറയുകയാണ്, ഇപ്പോൾ ഒരു കാറ്, 3-4 കാറുള്ള വീട്ടിൽ തന്നെ വീണ്ടും പോയിട്ട് കാറ് വേണോ, അല്ലെങ്കിൽ കാറിന് നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾ വന്ന് കോൺടാക്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് എന്താണോ, ഇപ്പോൾ അവർക്ക് വേണ്ടത് ഒരു 2 വീലർ ആയിരിക്കും, അല്ലെങ്കിൽ അവർക്ക് വേണ്ടതൊരു പുതിയൊരു TV ആയിരിക്കും. അപ്പോൾ എന്താണോ കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ്, അല്ലെങ്കിൽ അവരുടെ പ്രോബ്ലംസ് എന്താണ്, അവരുടെ ഗോൾസ് എന്താണ്, ഇതിനെ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിൻ്റെ നീഡ് അസസ് ചെയ്യുന്നത്. അപ്പം നമ്മളുടെ മൊമെൻറ്റ്സ് എന്ന് പറയുന്നതിൽ രണ്ടാമത്തെ വരുന്നത് നീഡ് അസസ്മെൻ്റ് ആണ്. അവരുടെ നീഡ് കണ്ടുപിടിക്കുക, അല്ലേ? സെയിൽസ് പീപ്പിളിൻ്റെ ഒരു രണ്ടാമത്തെ മൊമെൻറ്റ്സ് എന്ന് പറയുന്നത് നീഡ് അസസ് ചെയ്യുകയാണ് എന്നുള്ളതാണ്. അതായത് അവരോട് ചോദിക്കുക, കസ്റ്റമേഴ്സിനോട് അവരുടെ പ്രോബ്ലംസും ഗോൾസും നീഡ്സും എന്താണെന്ന് ചോദിക്കുന്നൊരു സ്റ്റേജിനെയാണ് നീഡ് അസസ്മെൻ്റ് എന്ന് പറയുന്നത്. ദെൻ പ്രസൻറ്റേഷനാണ്. പ്രസൻറ്റേഷൻ ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. ഡെമോൺസ്ട്രേഷൻ വരുന്നുണ്ട്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിർച്വൽ ആയിട്ടുള്ള പ്ലാറ്റ്ഫോം വെച്ചിട്ട് നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഒറിജിനൽ ആയിട്ടുള്ള ആ
പ്രോഡക്റ്റിന് തന്നെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കും. അപ്പോൾ ആ പ്രസൻറ്റേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ഡെമോൺസ്ട്രേഷനെയാണ് നമ്മൾ പ്രസൻറ്റേഷനായിട്ട് പറയുന്നത്. അതും ഒരു ഇൻട്രാക്ഷൻ സെക്ഷനാണ്. അപ്പോൾ അതുകൊണ്ട് മൊമെൻറ്റ്സിൻ്റെ മൂന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് പ്രസൻറ്റേഷൻ. ഇനി ഹാൻഡ്ലിംഗ് ഒബ്ജക്റ്റാണ്. ഹാൻഡ്ലിംഗ് ഒബ്ജക്റ്റ്സ് ഒക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു ഒബ്ജക്റ്റിനെ ഹാൻഡിൽ ചെയ്യേണ്ടത്, അല്ലേ? നമ്മളൊരു ഇലക്ട്രോണിക് ആയിട്ടുള്ള ഗുഡ്സൊക്കെ വാങ്ങുന്ന സമയത്ത് ഇത് ഇത്ര മണിക്കൂർ കുത്തിയിടണം, അല്ലെങ്കിൽ ഇതിങ്ങനെയാണ് ഓപ്പൺ ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ ഒരു ഒബ്ജക്റ്റിനെ അല്ലെങ്കിൽ പ്രോഡക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യണം, ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് പറഞ്ഞു കൊടുക്കും. ഇനി ക്ലോസിങ് ദ ഡീലാണ്. ഡീൽ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ അവരെ കൺവിൻസ് ചെയ്യിച്ച് നമ്മൾ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അവർ കൺവിൻസ് ആവുകയാണെങ്കിൽ അവരെന്ത് ചെയ്യാണ്, നല്ലൊരു കമ്മിറ്റ്മെൻറ്റിലേക്ക് വരികയാണ്. ദെൻ പോസ്റ്റ് സെയിൽ സപ്പോർട്ട്. നമ്മളിപ്പോൾ ഓൾറെഡി സെയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരെ വീണ്ടും എന്ത് ചെയ്യണം, വീണ്ടും കണ്ടില്ലേ, വീണ്ടും വിളിച്ചിട്ട് അവർക്ക് ആ പ്രോഡക്റ്റ് ഇഷ്ടമായോ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സർവീസ് കൂടുതൽ വേണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതിനാണ് പോസ്റ്റ് സെയിൽ സപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് സ്പേസും മൊമെൻറ്റ്സിലും കാര്യമായിട്ട് നമുക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് നമ്മളുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഐ കോണ്ടാക്റ്റും പോസ്റ്റേഴ്സും ആണ്. അതിൽ വരുന്ന ഐ കോണ്ടാക്റ്റാണ് എല്ലാവർക്കും അറിയുന്നതാണ്. അവാർഡ്സ് ഐ കോണ്ടാക്റ്റ് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഒരാൾ ക്ലാസ് എടുക്കുകയാണ് അല്ലെങ്കിൽ ഒരു സെയിൽസിൻ്റെ കാര്യങ്ങൾ പറയുകയാണ്. ഇപ്പോൾ ഒരാളെ ഉള്ളെങ്കിൽ നമ്മൾ അയാളെ തന്നെ നോക്കും. പക്ഷേ ഒരുപാട് ആളുകളുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, എല്ലാവരും നമ്മൾ എന്ത് ചെയ്യണം, നോക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യണം. വിത്ത് ജസ്റ്റ് വൺ ഇൻഡിവിജ്വൽ യു ഷുഡ് ട്രൈ ടു മേക്ക് ഷുവർ ദാറ്റ് യു ആർ ലുക്കിംഗ് അറ്റ് ദം, അല്ലേ? ഒരുപാട് പേരുണ്ടെങ്കിലോ ആ ഒരു പ്രസൻറ്റേഷൻ നമ്മൾ ലാർജ് ഗ്രൂപ്പ് ഓഡിയൻസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആ ഓരോരുത്തരെയും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഐ കോണ്ടാക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. എന്നാലേ നമ്മളുടെ പ്രസൻറ്റേഷൻ ആണെങ്കിലും ഡെമോൺസ്ട്രേഷൻ ആണെങ്കിലും അവിടെ എന്ത് ചെയ്യുള്ളൂ, എഫക്റ്റീവ് ആവുള്ളൂ. ഇതിന് ഇമ്പോർട്ടൻസിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻസ് ഓഫ് ഐ കോണ്ടാക്റ്റ് ഇൻ കമ്മ്യൂണിക്കേഷൻ? ഒരു കമ്മ്യൂണിക്കേഷനിൽ ഐ കോണ്ടാക്റ്റ് വേണം. ഇപ്പോൾ നിങ്ങൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ നിങ്ങളോട് ഒരാൾ വന്ന് കാര്യം പറയുന്ന സമയത്ത് നമ്മൾ അയാളെ നോക്കി ശ്രദ്ധിക്കുകയാണെങ്കിൽ അയാൾക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. അല്ലാതെ ഒരാൾ നമ്മളോട് കാര്യം പറയുന്ന സമയത്ത് നമ്മൾ ഫോണിൽ നോക്കിക്കൊണ്ടിരുന്നാൽ നമ്മൾ ആ പറയുന്ന ആൾ എന്ത് വിചാരിക്കും, ഞാൻ പറയുന്നൊന്നും ഈ ആൾ ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ അവിടെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഐ കോണ്ടാക്റ്റ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നുണ്ട്. ഇറ്റ് ഷോസ് റെസ്പെക്റ്റ് ആണ്. എന്താണ് ഇറ്റ് ഷോസ് റെസ്പെക്റ്റ്? അതായത് വെസ്റ്റേൺ കൾച്ചറിലൊക്കെ പറയുന്നത് എന്താണെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഐ കോണ്ടാക്ട് ക്യാൻ ബി എ ക്രൂഷ്യൽ വേ ദാറ്റ് ഇൻഡിവിജ്വൽ ഷോ ഈച്ച് അതർ റെസ്പെക്റ്റ്. അപ്പോൾ അവിടെ റെസ്പെക്റ്റിൻ്റെ ഒരു ക്യാരക്ടറായിട്ട് വെസ്റ്റേൺ കൾച്ചറിലൊക്കെ പറയുന്നുണ്ട്. എന്നിരുന്നാലും നമ്മളുടെ ഈ ഒരു സെയിൽസ് മാനേജ്മെൻറ്റ് ആവുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് എന്ത് വേണം, ഐ കോണ്ടാക്റ്റ് ഉണ്ടായിരിക്കണം. ഇറ്റ് ഷോസ് ദാറ്റ് യു ആർ സ്റ്റിൽ ഫോളോയിങ് ദ കോൺവെർസേഷൻ. അതാണ് പറയുന്നത്. ഒരാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ അയാളെ തന്നെ നോക്കുമ്പോൾ അയാൾക്ക് എന്ത് മനസ്സിലാകും, നമ്മൾ അയാളെ ഫോളോ ചെയ്യുന്നുണ്ട്, അയാളെ കോൺവെർസേഷൻ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളൊരു ഇത് വരും. അപ്പോൾ അതുകൊണ്ട് ഐ കോണ്ടാക്റ്റ് ഈസ് മസ്റ്റാണ്. ഇനി ഇറ്റ് ഹെൽപ്പ് us ബോണ്ട് വിത്ത് വൺ അനദർ. അതായത് നമുക്കൊരു ബോണ്ടിങ് വേണമെങ്കിൽ, നമ്മൾ ഒരാൾ പറയുന്നത് കേൾക്കാൻ അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ബോണ്ട് വേണം എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം, ഐ കോണ്ടാക്റ്റ് മസ്റ്റാണ്. അതുപോലെ തന്നെ ഫേഷ്യൽ എക്സ്പ്രഷനും നമ്മൾ കൃത്യമായിട്ട് നമ്മൾ നോക്കും വേണം. അതുപോലെ തന്നെ നമ്മളുടെ ഫേഷ്യൽ എക്സ്പ്രഷനാണ് ആ ഒരു ബോണ്ട് അവിടെ വരുന്നത്. then it helps us to see the true feelings and thought of other. അതായത് മറ്റുള്ളവരുടെ ഫീലിങ്സ് എന്താണ്, എന്താണ് അവരുടെ തോട്ട്സ് എന്നറിയണമെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് അയാളെ മുഖത്തേക്ക് നോക്കിയാലേ പറ്റുള്ളൂ. അയാൾ പറയുന്ന കാര്യങ്ങൾ ട്രൂ ആണോ? ചിലർ ഈ സെയിൽസ് ആയിട്ടുള്ള ആളുകൾ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് അയാളെ നോക്കിക്കഴിഞ്ഞാൽ അയാളുടെ ഫീലിങ്സ് മനസ്സിലാവും. ഇത് കൃത്യമായിട്ടുള്ള കാര്യമാണോ പറയുന്നത്, അല്ലെങ്കിൽ അയാൾ കള്ളത്തരാണോ പറയുന്നത്. അപ്പോൾ അവിടെ എന്ത് വേണം, കൃത്യമായിട്ടൊരു ഐ കോണ്ടാക്റ്റ് ഉണ്ടായിരിക്കണം. ഇറ്റ് ഹെൽപ്പ് us കൺവേ കോൺഫിഡൻസ്. ഒരാൾ നമ്മളെ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവില്ല. കൃത്യമായി നമ്മളെ ശ്രദ്ധിക്കുന്ന സമയത്താണ് നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ പറയാനുള്ളൊരു കോൺഫിഡൻസും അതുപോലത്തെ ഒരു എനർജിയും വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് ഓഫ് അല്ലെങ്കിൽ എസെൻഷ്യൽസ് ഓഫ് ഐ കോണ്ടാക്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് പോസ്ചറാണ്. പോസ്ചർ എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഒരാൾ നിൽക്കുന്ന ആ ഒരു ഘടന, അല്ലേ? നമ്മൾ ഈ ഒരു പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് ഗുഡ് പോസ്ചേഴ്സ് എപ്പോഴും കീപ്പ് ചെയ്യണം. ഗുഡ് പോസ്ചർ എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മൾ ബോഡിക്കും അത് ഹെൽത്തിനും വരെ ഭയങ്കര എഫക്റ്റീവാണ് ഈ പോസ്ചർ എന്ന് പറയുന്നത്. ചിലവരിങ്ങനെ വളരെ ഇങ്ങനെ കുനിഞ്ഞായിരിക്കും ഏത് സമയം നിൽക്കുക. അപ്പോൾ അത് അവരുടെ ബാക്ക് ബോണിനും പ്രശ്നമാണ്. പിന്നെ അങ്ങനെയൊക്കെ സമയത്ത് പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് കാണുന്നവർക്കും വലിയൊരു അട്രാക്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ എന്താണ് ഈ പോസ്ചർ എന്ന് പറയുന്നത്? ഇതിൽ തന്നെ പറയുന്നുണ്ട് ഹെൽത്ത് കോൺഷ്യസ് ആണ്. ഇപ്പോൾ ഒരുവിധം എല്ലാവരും ഹെൽത്ത് കോൺഷ്യസ് ആണ്. ജിമ്മിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ പോസ്ചർ റെഡിയാക്കാൻ പോകുന്നു. ടുഡേ ഗുഡ് പോസ്ചർ ഈസ് എ പാർട്ട് ഓഫ് ഇറ്റ്, അല്ലേ? അപ്പോൾ ഇന്നെന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ നല്ലൊരു പോസ്ചർ എന്ന് പറയുന്നത് ഒരു പാർട്ടാണ്. നല്ല പോസ്ചർ എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ബോൺസ് പ്രോപ്പർലി അലൈൻ ചെയ്യുന്നു, അല്ലെങ്കിൽ മസിൽസൊക്കെ പ്രോപ്പറായിട്ട് അലൈൻ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഇനി ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കുന്ന സമയത്ത് ഇതൊക്കെ ഹെൽത്തിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. പോസ്ചർ എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മളൊരു പ്രസൻറ്റേഷൻ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മളുടെ ഹെൽത്തിന് വേണ്ടിയിട്ടാണെങ്കിലും പോസ്ചർ എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ്. അത്
അതിൽ 2 തരത്തിലുള്ള പോസ്റ്റേഴ്സാണ് വരുന്നത്. ഇൻആക്റ്റീവ് ആയിട്ടുള്ള പോസ്റ്ററും വരുന്നുണ്ട്, ആക്റ്റീവ് പോസ്റ്റേഴ്സും വരുന്നുണ്ട്. ഈ ആക്റ്റീവ് പോസ്റ്റേഴ്സ് തന്നെ സ്റ്റാറ്റിക് ആയിട്ടുള്ള പോസ്റ്റേഴ്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഡൈനാമിക് പോസ്റ്റേഴ്സ് വരുന്നുണ്ട്. എന്താണ് നമുക്ക് ഈ ഇൻആക്റ്റീവ് പോസ്റ്റേഴ്സ് അല്ലെങ്കിൽ ആക്റ്റീവ് പോസ്റ്റേഴ്സ് എന്താണെന്ന് നോക്കാം. ഇതിൽ വരുന്ന ഇൻആക്റ്റീവ് പോസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ വലിയ രീതിയിൽ ഒരു ആക്റ്റീവായിട്ടുള്ള പോസ്റ്റർ അല്ല, അല്ലേ? ഇവിടെ റെസ്റ്റിംഗ് ഓർ സ്ലീപ്പിംഗ് പൊസിഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻആക്റ്റീവ് പോസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ മസിൽസിൻ്റെ ആക്ടിവിറ്റീസിനൊക്കെ എന്ത് വേണം, അത് മിനിമം ആയിരിക്കണം, അല്ലെങ്കിൽ റെഡ്യൂസ്ഡ് ആയിട്ട് വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻആക്റ്റീവ് പോസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. സാധാരണ രീതിയിൽ റെസ്റ്റിംഗ് അല്ലെങ്കിൽ സ്ലീപ്പിംഗ് സമയത്ത് വരുന്ന ആ ഒരു പോസ്റ്ററിനെയാണ് സാധാരണ രീതിയിൽ നമ്മൾ എന്ത് പറയുന്നത്, ഇൻആക്റ്റീവ് പോസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. പക്ഷേ ഇൻആക്റ്റീവ് പോസ്റ്റേഴ്സ് ആണോ നമ്മളൊരു സെയിൽസ്മാനിന് വേണ്ടത്? ഉറക്കം തൂങ്ങി നിൽക്കുന്ന ഒരാളോട് സംസാരിക്കുമ്പോൾ നമുക്ക് ആ ഒരു പ്രോഡക്റ്റ് വാങ്ങാൻ പറ്റുമോ? ഇല്ല. വളരെ ആക്റ്റീവായിട്ടുള്ള സെയിൽസ് പേഴ്സണെയാണ് എല്ലാവരും എന്ത് ചെയ്യുന്നത്, നമ്മളിപ്പോൾ റിക്രൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ആക്റ്റീവായിട്ടുള്ള സെയിൽസ് പേഴ്സൺസിനെയാണ് നമ്മൾ റിക്രൂട്ട് ചെയ്യുക. അപ്പോൾ ആക്റ്റീവ് പോസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ മസിൽസിന് എന്ത് വേണം, റിക്വയർ ടു മെയിൻറ്റെയിൻ ആക്റ്റീവ് പോസ്റ്റേഴ്സാണ്. അതായത് നല്ല രീതിയിൽ ആക്റ്റീവ്. ഈ ആക്റ്റീവ് പോസ്റ്റേഴ്സ് തന്നെ സ്റ്റാറ്റിക് പോസ്റ്റേഴ്സും ഉണ്ട്, ഡൈനാമിക് പോസ്റ്റേഴ്സും ഉണ്ട്. ഇനി സ്റ്റാറ്റിക് പോസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ കോൺസ്റ്റൻറ്റ് പാറ്റേൺ ഓഫ് പോസ്റ്റേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോൺസ്റ്റൻ്റ് ആയിട്ട് വരുന്ന ഒരു പോസ്റ്ററിനെയാണ് നമ്മൾ സ്ഥിരമായിട്ട് ഒരേ പോസ്റ്ററിൽ തന്നെ വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റാറ്റിക് പോസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഡൈനാമിക് പോസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ റിക്വയർഡ് ഫോമേഴ്സ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് വരും. അതായത് മാറിക്കൊണ്ടേയിരിക്കുന്ന പോസ്റ്റേഴ്സ് ആണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡൈനാമിക് പോസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ആക്റ്റീവ് പോസ്റ്റേഴ്സിൽ 2 എണ്ണമാണ് വരുന്നത്, സ്റ്റാറ്റിക് പോസ്റ്റേഴ്സും അതുപോലെ തന്നെ ഡൈനാമിക് പോസ്റ്റേഴ്സും. നെക്സ്റ്റ് വാല്യൂസ് ഓഫ് ഗുഡ് പോസ്റ്റേഴ്സാണ്. ഒരു പോസ്റ്റർ എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ എന്താണ്, പൊസിഷൻ വിച്ച് വി ഹോൾഡ് അവർ ബോഡി അപ്രൈറ്റ് എഗെയിൻസ്റ്റ് ഗ്രാവിറ്റി വൈൽ സ്റ്റാൻഡിങ്, സിറ്റിംഗ് ഓർ ലൈങ് ഡൗൺ. അതായത് കിടക്കുകയാണെങ്കിലും നിൽക്കുകയാണെങ്കിലും ഇരിക്കുകയാണെങ്കിലും നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ ബോഡീനെ ഹോൾഡ് ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗുഡ് പോസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ വാല്യൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ നമ്മൾ പോസ്റ്റേഴ്സിന് വാല്യൂ കൊടുക്കുക എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വരുന്നത് നമ്മൾ കറക്റ്റ് അലൈൻമെൻറ്റിലായിരിക്കണം ഇരിക്കുന്നത്. അതായത് നമ്മളെ മസിൽസ് ആയിക്കോട്ടെ, ജോയിൻറ്റ്സ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ബോൺസ് ഒക്കെ നമ്മൾ കറക്റ്റായിട്ട് അലൈൻ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ മാക്സിമം നമ്മൾ ജോയിൻറ്റ് സർഫേസിലൊക്കെ അബ്നോർമൽ വിയറിങ് ഒഴിവാക്കുക, അത് നമ്മളെ സന്ധിവാതത്തിനൊക്കെ കാരണമാവും. അതുപോലെ തന്നെ വരുന്നത് ഡിക്രീസ് ഇൻ സ്ട്രെസ് ഓൺ ലിഗ്മെൻറ്റ്സ് ഹോൾഡിംഗ് ദി ജോയിൻറ്റ്സ് ആണ്. ജോയിൻറ്റ്സിൽ വരുന്ന കൂടുതലായിട്ട് വരുന്ന സ്ട്രെസ്സുകളൊക്കെ കുറയ്ക്കുക. അതുപോലെ തന്നെ അബ്നോർമൽ ആയിട്ടുള്ള പൊസിഷൻസ്, അതുപോലെ തന്നെ സ്പൈനൊക്കെ പ്രശ്നങ്ങൾ വരുന്ന രീതിയിൽ നമ്മൾ പോസ്റ്റേഴ്സ് കൊണ്ടുവരാതിരിക്കുക. പിന്നെ മസിൽസിൻ്റെ ഫാറ്റിഗ്സ് ഒക്കെ വരുന്ന സമയത്ത്, അതായത് ക്ഷീണം വരുന്ന സമയത്ത് എഫിഷ്യൻ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കൂടുതൽ എനർജി ബോഡിക്ക് എടുക്കാൻ പാകത്തിന് നമ്മൾ റെസ്റ്റ് കൊടുക്കണം. മാക്സിമം നമ്മൾ സ്ട്രെസ്സും അതുപോലെ തന്നെ സ്ട്രെയിനൊക്കെ കുറയ്ക്കുക. അതുപോലെ തന്നെ ബാക്ക് പെയിന്, അതുപോലെ തന്നെ മസിൽ പെയിൻ ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ പ്രിവെൻറ്റ് ചെയ്യുക. ഗുഡായിട്ടുള്ള അപ്പിയറൻസ് കോൺട്രിബ്യൂട്ട് ചെയ്യുക. ഇതൊക്കെയാണ് എൻ്റെ വാല്യൂവിൽ പറയുന്നത്. പിന്നെ പുവർ ആയിട്ടുള്ള പോസ്റ്റേഴ്സിൻ്റെ കോസസ് വരുന്നുണ്ട്. ഈ പുവർ എന്താ പറയുക, പോസ്റ്ററൽ ഹാബിറ്റ്, അതായത് നമ്മളെപ്പോഴും ഇങ്ങനെ കുനിഞ്ഞ് നിൽക്കുകയാണ് അല്ലെങ്കിൽ കൂടി നിൽക്കുകയാണ്, നമുക്കൊരു സ്ട്രെയിറ്റ് പൊസിഷൻ ഇല്ല. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഓട്ടോമാറ്റിക്കലി അങ്ങനെ തന്നെയായിരിക്കും ഫോളോ ചെയ്യുക. അപ്പോൾ എപ്പോഴും നല്ലൊരു പോസ്റ്ററിൽ നമ്മൾ എന്ത് ചെയ്യുക, നിൽക്കുക. പിന്നെ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് അതിൽ വരുന്നുണ്ട്. കാരണം നമ്മളെപ്പോഴും ഒരു ഉറക്കം തൂങ്ങി നമ്മളൊരു മൂഡില്ലാതെ നിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ എപ്പോഴും ഭയങ്കര ആലോചനയ്ക്കായി ഇരിക്കുന്ന സമയത്ത്, അപ്പോൾ ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം, കുറച്ച് പോസ്റ്ററിലും കൂടി നമ്മളത് നോക്കണം. അതുപോലെ തന്നെ കുറേ ഡെവലപ്മെൻറ്റൽ അല്ലെങ്കിൽ ജനറേറ്റീവ് പ്രോസസ്സുകൾ ഇതാക്കുക. പിന്നെ അതൊന്നും ഇല്ലാത്ത അവസ്ഥ, അപ്പോൾ റെസ്പിറേറ്ററി കണ്ടീഷൻസ്, അതായത് നമുക്ക് ശ്വാസം മുട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്താണെങ്കിലും നമ്മൾ ചിലപ്പോൾ വളഞ്ഞു കുത്തിയിട്ടൊക്കെ ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ പിന്നെ കൂടുതൽ വെയിറ്റ് കൂടുന്ന സമയത്ത് ഇതൊക്കെ നമ്മളെ ഈ നല്ലതല്ലാത്തൊരു പോസ്ചറിൻ്റെ കാരണങ്ങളാണ്. കുറേ കാരണങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഇത്രയൊക്കെയാണ് ഇതിൽ പോസ്റ്ററിൽ വരുന്നത്. പോസ്റ്റർ കൂടുതലായിട്ടും വരുന്നത് ഈ സെയിൽസ് പേഴ്സണ് നല്ലൊരു പോസ്റ്റർ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ സെയിൽസിലേക്ക് അത് അട്രാക്റ്റ് ചെയ്യുള്ളൂ. ഇതാണ് കാര്യമായിട്ട് വരുന്നത്. പിന്നെ ഈ പോസ്റ്റർ എന്ന് പറയുന്നത് കൂടുതലായിട്ടും നമുക്ക് വരുന്നത് ഹെൽത്ത് ഇഷ്യൂസും ഹെൽത്തുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് കൂടുതൽ പറഞ്ഞിട്ടുള്ളത്. അതായത് ഗുഡ് പോസ്റ്റർ ഇതാക്കിയിട്ടില്ലെങ്കിൽ നമ്മളെ ബോൺസിന് അത് പ്രശ്നമാണ്, നമ്മളെ എന്താ പറയുക ജോയിൻസിന് പ്രശ്നമാണ്. അപ്പോൾ ഗുഡ് പോസ്റ്റർ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് സെയിൽസ് പേഴ്സൺസിൻ്റെ മെയിനായിട്ടുള്ളൊരു എയിം എന്ന് പറയുന്നത്.